നമസ്തേ, ഗീതാസബരിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗീതാസബരിയിൽ ഭഗവത്ഗീതയിലെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിൻ്റെ 21-ാം ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രീ ഭഗവാൻ യുദ്ധരംഗത്ത് തളർന്നിരിക്കുന്ന, നിഷ്ക്രിയനായി ഇരിക്കുന്ന അർജുനനെ വീണ്ടും ഉത്സാഹിപ്പിക്കാൻ വേണ്ടി ഉപദേശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർമ്മത്തെയും ജ്ഞാനത്തെയും കുറിച്ചാണ് ശ്രീ ഭഗവാൻ അർജുനനെ പഠിപ്പിക്കുന്നത്. അർജുനന്റെ ശോകമോഹങ്ങൾ മാറി വീണ്ടും കർമ്മോന്മുഖനായി തീരുന്നതിന് വേണ്ടി അർജുനന് ആത്മജ്ഞാനം പറഞ്ഞു കൊടുക്കുക, ആത്മജ്ഞാനം ഉപദേശിക്കുക എന്നതാണ് ശ്രീ ഭഗവാൻ സ്വീകരിക്കുന്ന മാർഗം. കർമ്മത്തിലൂടെ, കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ, അതുപോലെ ഉപാസനയിലൂടെ ആത്മജ്ഞാനത്തിനുള്ള യോഗ്യത, മനപരിശുദ്ധി, മനപാകം കൈവന്നതിന് ശേഷം ആത്മജ്ഞാനം ഉണ്ടാവുക എന്നതാണ് ശ്രീ ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ആത്മജ്ഞാനം, അതാണ് മോക്ഷകാരണം. അതായത് ശരീര മനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായി ഈ ശരീര മനസ്സുകളെ അറിയുന്ന, ശരീര മനസ്സുകളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മാവാണ് ഞാൻ എന്ന ആ ഒരു ഭാവം, അതാണ് ആത്മജ്ഞാനം. ആത്മാവിനെ അനുഭവിക്കുക എന്നുള്ളത്, ആ ഇൻഡിവിജ്വൽ ആത്മാവിനെ, അതായത് ഇൻഡിവിജ്വൽ സെൽഫിനെ ഒരാൾ അനുഭവിക്കുമ്പോൾ ആ ഇൻഡിവിജ്വൽ സെൽഫ് തന്നെയാണ് പരമാത്മാവ് എന്നുള്ളതാണ് ഉപനിഷത്തുകളുടെയും അതുപോലെ ഭഗവത്ഗീതയുടെയും ഉപദേശം. അങ്ങനെ ആത്മജ്ഞാനത്തിലൂടെ ഒരാൾ ആത്യന്തിക ദുഃഖനിവൃത്തി ഉണ്ടാവുകയാണ്. കാരണം ശരീര മനസ്സുകൾക്കാണ് ദുഃഖമുള്ളത്. ഇപ്പോൾ ദുഃഖകാരണമായ, ദുഃഖം ജനിപ്പിക്കുന്ന ഈ ശരീര മനസ്സുകൾ എൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഈ ശരീര മനസ്സുകളെ നിരീക്ഷിക്കുന്ന ഒബ്സർവറായ ക്ഷേത്രജ്ഞനാണ്, അഥവാ ആത്മാവാണ് എന്ന ഒരാളുടെ അറിവാണ്, തിരിച്ചറിവാണ് അയാളെ ഈ ദുഃഖനിവൃത്തിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെ ശോകമോഹങ്ങളിൽ നിന്ന് അർജുനൻ മുക്തനായി അർജുനൻ കർമ്മത്തിലേക്ക് വരുന്നു. ഈ ഒരു പ്രോസസ്സിന് വേണ്ടി അർജുനന് കർമ്മത്തിന്റെ രഹസ്യം ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കർമ്മം? ഈ പ്രപഞ്ചത്തിൽ ഒരു വ്യക്തിക്കും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം തൻ്റെ ഉള്ളിലുള്ള ആ പ്രേരണയുടെ, വാസനയുടെ ഫലമായി ഓരോ വ്യക്തിയും അവരവരുടെ പ്രേരണയ്ക്ക് അനുസരിച്ച്, അവരവരുടെ വാസനയ്ക്കനുസരിച്ച് കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കർമ്മത്തെ തന്നെ കർമ്മയോഗമായി അനുഷ്ഠിക്കുക. എല്ലാവരും കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ കർമ്മത്തെ എങ്ങനെ കർമ്മയോഗമായി അനുഷ്ഠിക്കും? കർമ്മത്തിൻ്റെ പ്ലാനിങ്, അതുപോലെ കർമ്മത്തിൻ്റെ എക്സിക്യൂഷൻ, അതുപോലെ അതിൻ്റെ റിസൾട്ട്, ഇങ്ങനെ 3 ഘട്ടങ്ങളുണ്ട്. ഇതിൽ പ്ലാനിങ്ങും എക്സിക്യൂഷനും നമ്മുടെ നിയന്ത്രണത്തിലാണ് എന്നും ഇതിൻ്റെ ഫലാനുഭവം, അത് സുഖമായാലും ദുഃഖമായാലും അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന തിരിച്ചറിവാണ് ഈ കർമ്മയോഗത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ആ ഫലത്തെക്കുറിച്ച് നമ്മൾ വറീഡാവുന്നില്ല. ഏത് കർമ്മത്തിനും ഫലമുണ്ടാകും, പക്ഷെ ആ ഫലത്തെക്കുറിച്ച് നമ്മൾ വറീഡാവുന്നില്ല. ഇങ്ങനെയുള്ള കർമ്മയോഗാനുഷ്ഠാനം നിർവഹിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ, അതിനുവേണ്ടി നമ്മുടെ ജീവിതമൊന്നും ഉപേക്ഷിച്ച്, നമ്മുടെ കുടുംബജീവിതമോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയോ ഒക്കെ ഉപേക്ഷിച്ച് നമ്മൾ എവിടെയെങ്കിലും പോയിരിക്കേണ്ട കാര്യമില്ല. അതാണ് ശ്രീ ഭഗവാൻ പറയുന്നത്, കർമ്മണൈവ ഹി സംസിദ്ധിമാസ്ഥിത ജനകാദയഃ. ജനകൻ തുടങ്ങിയ രാജർഷിമാർ ഈ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ, അതായത് അവർ ചെയ്യുന്ന ആ ജോലി, ജനകൻ ചെയ്തത് എന്താണ്? അഡ്മിനിസ്ട്രേഷനാണ്. രാജ്യഭരണം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷനാണ്. ഈ അഡ്മിനിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനകൻ ആ കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിൽ ഈ ഏകാഗ്രമായ മനസ്സ് രൂപപ്പെട്ടു വരികയും അങ്ങനെ ആത്മജ്ഞാനം ഉണ്ടാവുകയും, അതാണ് സംസിദ്ധി എന്ന് പറയുന്നത്. ആ ആത്മജ്ഞാനം ഉണ്ടാവുകയും ചെയ്തതിനെ കുറിച്ചാണ് ശ്രീ ഭഗവാൻ ഇതിനു മുമ്പുള്ള 20-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചത്. അപ്പോ ഇങ്ങനെ ജ്ഞാനികളായിട്ടുള്ളവർ പോലും കർമ്മത്തിൽ തന്നെ മുഴുകി ജീവിക്കണം. കാരണം സാധാരണ മനുഷ്യരെ സംബന്ധിച്ച്, അജ്ഞാനികളായിട്ടുള്ള സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അവർ ജീവിതത്തിൻ്റെ ദുഃഖത്തിൽ വ്യാപൃതരായിരിക്കുന്നു.
അതുകൊണ്ട് ആ ദുഃഖത്തിന്റെ ഫലമായി അവർ എവിടെയെങ്കിലും ആശ്രയം അന്വേഷിക്കുന്നു. ഇങ്ങനെ അതേസമയം ജ്ഞാനികൾ അങ്ങനെയല്ല. അവര് ദുഃഖനിവൃത്തി വന്നതുകൊണ്ട് അവർ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. അവര് സ്വതന്ത്രരായ വ്യക്തികളാണ്. അങ്ങനെ സ്വതന്ത്രരായ വ്യക്തികളെ ഈ ദുഃഖത്തിൽ മുഴുകിയ വ്യക്തികൾ സ്വാഭാവികമായും പോയി ആശ്രയിക്കും. അങ്ങനെ ആശ്രയിക്കുമ്പോൾ ഈ ശ്രേഷ്ഠരായ വ്യക്തികളെ മറ്റുള്ളവർ പോയി ആശ്രയിക്കും. അങ്ങനെയുള്ള ശ്രേഷ്ഠരായ വ്യക്തികൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ, അവരുടെ മനസ്സിനെ തെറ്റായ വഴിക്ക് നയിച്ചു വിടാതെ വളരെ ഈസി ആയിട്ട് തെറ്റായ വഴിക്ക് തിരിച്ചു വിടാൻ പറ്റും. കാരണം എന്താണ്? അവരൊക്കെ അവരുടെ ദുഃഖം കാരണം അവര് മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ്. തൻ്റെ ഈ ദുഃഖം ഇല്ലാതെയാകാൻ വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ്. അങ്ങനെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലൊന്നും നമ്മൾ ചുറ്റുപാടും നോക്കിയാൽ അറിയാം. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ സാമൂഹ്യ പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട്, വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട് ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ പോയി സ്വാധീനിച്ച് അവരെ നിയന്ത്രണത്തിൽ ആക്കി തീർക്കുക, അവരെ എങ്ങനെയെങ്കിലും തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടും നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം. പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ അധികാരം കൊടുത്തിട്ടോ ഒക്കെ അവരെ ഇതാണ് ഭഗവത്ഗീത പറയുന്നത്. ഒരിക്കലും ശ്രേഷ്ഠന്മാർ, ജ്ഞാനികൾ അങ്ങനെ ചെയ്യരുത്. അവരെ എന്തു വേണം? അവരവരുടെ തലത്തിൽ തന്നെ അവരെ ക്രമേണ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ ക്രമേണ വളർന്നു വരുന്ന രീതിയിൽ അവരെ സഹായിക്കണം. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജന സയത് പ്രമാണം കുരുതേ ലോക തദനുവർത്തതേ. യത് ആചരതി ശ്രേഷ്ഠ തത് ഏവ ഇതരോ ജനഃ. ഇവിടെ ഇതരന്മാരായ ജനങ്ങൾ, അതായത് മറ്റ് ജനങ്ങൾ, ശ്രേഷ്ഠനായിട്ടുള്ള ഒരാള്. ശ്രേഷ്ഠൻ എങ്ങനെയാണ്? പലതരത്തിൽ ശ്രേഷ്ഠത വരാം. അതായത് ഒന്നുകിൽ സാമ്പത്തികമായി ശ്രേഷ്ഠനാകാം, അല്ലെങ്കിൽ അയാളുടെ പൊസിഷൻ കൊണ്ട് ശ്രേഷ്ഠനാകാം, അല്ലെങ്കിൽ അയാളുടെ ജ്ഞാനം കൊണ്ട് ശ്രേഷ്ഠനാകാം. ഇങ്ങനെ പലതരത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരാളെ യത് ആചരതി ശ്രേഷ്ഠ, ശ്രേഷ്ഠൻ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് തത് ഏവ, അത് തന്നെ ഇതരോ ജനഃ, മറ്റ് ജനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുഃഖത്തിലോ പരാജയത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള അപകർഷതയിൽ പെട്ടിരിക്കുന്ന വ്യക്തികൾ എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ശ്രമിക്കുന്നവരെയാണ് ഇവര് ഈ തെറ്റായ വഴിക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത്. യത് ആചരതി ശ്രേഷ്ഠ, ശ്രേഷ്ഠൻ എങ്ങനെയാണോ ആചരിക്കുന്നത് തത് ഏവ, അത് തന്നെ ഇതരോ ജനഃ ആചരതി, മറ്റ് ജനങ്ങളും അത് തന്നെ ആചരിക്കുന്നു. ആചരിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യുക, അത് തന്നെ അനുവർത്തിക്കുക. സ യത് പ്രമാണം ഗുരുതേ സഹ, ആ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവര്, ശ്രേഷ്ഠൻ യത് പ്രമാണം ഗുരുതേ, യാതൊന്നിനെയാണോ തൻ്റെ പ്രമാണമായി കാണുന്നത്, തനിക്ക് ശരിയായ ജ്ഞാനം അറിയുന്നതിനായി പ്രമാണമായി കാണുന്നത്, ചിലപ്പോൾ വേദത്തെ ആയിരിക്കാം, ഉപനിഷത്തിനെ ആയിരിക്കാം, സ്മൃതികളെ ആയിരിക്കാം. ഇങ്ങനെ യാതൊന്നിനെയാണോ ഈ ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ പ്രമാണമായി കാണുന്നത്, ലോകഃ തത് അനുവർത്തതേ, ഈ ലോകവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശ്രയിക്കുന്നവരായ മറ്റ് ജനങ്ങളും അതിനെ തന്നെ അനുവർത്തിക്കുന്നു, അത് തന്നെ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്നു. അതായത് ഇവിടെ രണ്ട് തരത്തിലാണ് ഈ ആശ്രിതരായിട്ടുള്ളവര് ശ്രേഷ്ഠന്മാരെ ആശ്രയിക്കുന്നതായി പറയുന്നത്. രണ്ട് തലമാണ്. ഒന്ന്, തീരെ വിദ്യാഭ്യാസമോ ഒരു വിധത്തിലുള്ള ട്രെയിനിങ്ങോ കിട്ടാത്ത ആൾക്കാര് എന്താണോ ഈ ശ്രേഷ്ഠൻ ചെയ്യുന്നത് അതങ്ങനെ തന്നെ. നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില ഫിലിം സ്റ്റാർസിനെയൊക്കെ അവരുടെ ബാഹ്യമായ യഥാർത്ഥത്തിലുള്ള ഫിലിം സ്റ്റാർസിന്റെ വ്യക്തിത്വം നമ്മൾ ഫിലിംസിലൂടെ ഒന്നും കാണുന്നില്ല. അവർ കഥാപാത്രത്തെയല്ലേ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അവരുടെ ഡ്രസ്സും അവരുടെ മാനറിസംസും ഒക്കെ ഈ അറിവില്ലാത്തവര് അനുകരിക്കുന്നത് നമുക്ക് കാണാം. അതേപോലെ ഇത് എല്ലാ കാര്യത്തിലും ഉണ്ട്. ആ ബാഹ്യമായ കേവല അനുകരണം, അതാണ് ആദ്യത്തെ രണ്ട് വരിയിൽ. യത് ആചരതി ശ്രേഷ്ഠ,
എന്താണോ ആചരിക്കുന്നത് ആ ആചരിക്കുന്നതിനെ ബാക്കിയുള്ളവർ അതേപോലെ തന്നെ ചെയ്യുന്നു. അങ്ങനെ ഒരു തരത്തിലുള്ള അനുകരണം. മറ്റൊരു തരത്തിലുള്ള അനുകരണം എന്താണ്? ഈ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ യാതൊന്നിനെയാണോ പ്രമാണമാക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ വളരെ ആദരിക്കുന്ന, നമ്മൾ ഗുരുതുല്യം ആദരിക്കുന്ന വ്യക്തി ഉപനിഷത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മളും ഇതേ ഉപനിഷത്തിനെ തന്നെ നമ്മളും ഫോളോ ചെയ്യുന്നു. നമ്മൾ ഈ വ്യക്തി എന്ത് ചെയ്യുന്നു എന്ന് നോക്കുകയല്ല, ഈ വ്യക്തി ഉപനിഷത്തിനെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അതാണ് സയത് പ്രമാണം ഗുരുതേ. അത് ഒരു ജ്ഞാനിയുടെ ഒരു എന്താണ് ഈ അനുകരണമാണ്. ഒരു ജ്ഞാനിയായിട്ടുള്ള വ്യക്തി എങ്ങനെയാണ് അനുകരിക്കുന്നത്? കേവലം അയാളുടെ ബാഹ്യമായ പ്രവൃത്തികളെയല്ല അനുകരിക്കുന്നത്, പകരം ആ ആള് യാതൊരു ശാസ്ത്രത്തെയാണോ പിന്തുടരുന്നത് ആ ശാസ്ത്രത്തെ പിന്തുടരാൻ ശ്രമിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇതുകൊണ്ട് ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ, ജ്ഞാനികളായിട്ടുള്ളവർ, അവർക്കൊരു പക്ഷേ ആഗ്രഹമൊന്നുമില്ലായിരിക്കും. കാരണം ഈ പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ നേട്ടങ്ങളും ഷോർട്ട് ലിവിങ് ആണ്. അതിനേക്കാൾ വളരെ വളരെ മൂല്യവത്താണ് ജ്ഞാനം എന്നൊക്കെ തിരിച്ചറിയുന്നവരായിരിക്കും ജ്ഞാനികൾ. പക്ഷേ എങ്കിൽ പോലും നിരന്തരം ഈ പ്രാപഞ്ചികമായ കർമ്മത്തിൽ തന്നെ, നേരത്തെ ജനകൻ തുടങ്ങിയ ജനക മഹാരാജാവിനെയും മറ്റും ഉദാഹരണം പറഞ്ഞതുപോലെ നമ്മുടെ ഈ നിത്യജീവിതത്തിൽ തന്നെ തുടരണം ജ്ഞാനിയും എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് അടുത്ത ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നത്. കർമ്മയോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇത്. അതായത് നമുക്ക് വേണ്ടി മാത്രമല്ല ഈ കർമ്മം ചെയ്യുന്നത്. ഈ കർമ്മം ചെയ്യുന്നത് ഓഫ് കോഴ്സ് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മുടെ ഒരു മോക്ഷം എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് യാത്ര. പക്ഷേ അതോടൊപ്പം ഇതര വ്യക്തികളെ കൂടെ കണക്കിലെടുക്കുന്ന അതിമഹത്തായ ഒരു സമീപനമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൻ്റെ വീണ്ടും ഇതേ ആശയം തന്നെ തുടരുകയാണ്. അത് നമുക്ക് അടുത്ത ഗീതാ സബരിയയിൽ കാണാം. ഗീതാ സബരിയയുടെ തുടർ എപ്പിസോഡുകളിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.